നിങ്ങളുടെ മാതാപിതാക്കൾ 60 വയസ്സിന് ശേഷം തനിച്ച് താമസിക്കുന്നവരാണ്. ഹൗ ആർ ദേ ആക്ച്വലി കോപ്പിംഗ്? ഒറ്റപ്പെടൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ ഡ്രാമാറ്റിക് ആയ കാഴ്ചകളാണ്. സങ്കടം, കരച്ചിൽ, അല്ലെങ്കിൽ ജനലിലൂടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ. പക്ഷേ യഥാർത്ഥ ലോൺലിനെസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. തനിച്ച് താമസിക്കുന്ന മുതിർന്നവരും പുറമേ നോക്കിയാൽ ഫൈൻ ആയിരിക്കും. അവർ വീട് മാനേജ് ചെയ്യുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു, ആഹാരം പാകം ചെയ്യുന്നു, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അവിടെയാണ് കുടുംബങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. കാരണം ഒറ്റപ്പെടൽ ഒരു തകർച്ചയായിട്ടല്ല വരുന്നത്, അതൊരു കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് വരുന്നത്. സാധാരണയേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക, രാത്രിയിൽ കുറെ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഉറക്കം കുറയും, അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ക്ഷീണം തോന്നുക. ഇത് അവർക്ക് എന്തോ കുഴപ്പം ഉള്ളത് കൊണ്ടല്ല. ശരീരത്തിന് ആഹാരം പോലെ തന്നെ മനസ്സിന് കണക്ഷൻസ് ആവശ്യമുണ്ട്. ആ ആവശ്യം നടന്നില്ലെങ്കിൽ തലച്ചോറ് ശൂന്യമായിരിക്കില്ല. പകരം അത് ലഭ്യമായ എന്തിനേയും കൊണ്ട് ആ വിടവ് നികത്തും. ചിലപ്പോൾ അത് കംഫർട്ട് ഫുഡ് ഈറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ശബ്ദം കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ആയിരിക്കും. സമയം കൊല്ലാനുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തും. മക്കൾക്ക് പലപ്പോഴും എന്തോ ഒരു പന്തികേട് തോന്നിയേക്കാം. പേരൻസിന്റെ എനർജിയിലോ സ്വഭാവത്തിലോ ഉള്ള മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കും. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യേണ്ട എന്ന് കരുതി മക്കൾ മിണ്ടാതിരിക്കും. മാതാപിതാക്കളാകട്ടെ മക്കളെ എന്തിന് വെറുതെ വിഷമിപ്പിക്കണം എന്ന് കരുതി അവരും മിണ്ടില്ല. അങ്ങനെ രണ്ടു കൂട്ടരും ഐ എം ഫൈൻ എന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കും. ഈ നിശബ്ദതയ്ക്കിടയിൽ യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരം താൽക്കാലികമായ ആശ്വാസം സ്ഥാനം പിടിക്കും. ഇതൊരു ബലഹീനതയല്ല, ഇതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 60 കഴിഞ്ഞൊരാൾ തനിച്ചാണെങ്കിൽ യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരം അവർ എന്താണ് ഉപയോഗിക്കുന്നത്? മിക്കപ്പോഴും അത് ടെമ്പററി റിലീഫാണ്. സംസാരത്തിന് പകരം ആഹാരം, കൂട്ടിന് പകരം വെറുതെ ഒരു ബഹളം. തനിച്ച് താമസിക്കുന്ന നല്ല പ്രശ്നം, ബന്ധങ്ങൾക്ക് പകരം വെക്കുന്ന ഈ ശീലങ്ങളാണ് അപകടം. ഇതിന് മാതാപിതാക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അവർക്ക് വേണ്ടത് സഹതാപമല്ല, മറിച്ച് മീനിങ് ഫുൾ ആയ കണക്ഷൻസ് ആണ്. മക്കൾ അവരെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, പകരം കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ മതി. ഇൻഡിപെൻഡൻസ് ഒരാളെ ജീവിക്കാൻ സഹായിക്കും, പക്ഷേ കണക്ഷൻസ് മാത്രമേ ഒരാളെ മാനസികമായി സന്തോഷത്തോടെ നിലനിർത്തൂ. 60കൾക്ക് ശേഷം ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അഭിനയിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി മാറും. ആദ്യം ആരോഗ്യം.